നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിഷാലയം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം നമ ശിവായ. ബജ്രംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ജാതക വിശകലനത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിലെ ചില ജാതകങ്ങളിൽ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ജാതകങ്ങളിൽ സ്വതവേ എല്ലാവരും പറയും നല്ല കാര്യങ്ങൾ നടക്കും. പക്ഷേ ആ ജാതകർക്ക് വളരെ അനുകൂലമായ കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല, അതേസമയം ദോഷകാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് എന്തുകൊണ്ട്? ചില ജാതകങ്ങളിൽ യോഗകാരകനായ ഗൃഹമൊക്കെ നല്ല സ്ഥാനത്ത് നിന്നിട്ട് കൂടി അവർക്ക് അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടുന്നില്ല. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു രാശി 12 രാശികളാണ്. രാശിയെ 3ആയിട്ട് തിരിക്കുന്നു, 3 ഗ്രഹണങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ജാതകത്തിൽ പ്രത്യക്ഷത്തിൽ അനുകൂലമായി കാണുന്ന ഗ്രഹങ്ങൾ 22 ദേക്കാണാധിപത്യം വഹിച്ചു നിന്നാൽ അത് വ്യാഴമാണെങ്കിൽ കൂടി ആ ജാതകന് വ്യാഴദശയിലോ മറ്റ് ദശയിലോ അന്തർദശ വ്യാഴത്തിൻ്റെ വരുമ്പോൾ അല്ലെങ്കിൽ ചിതിരം വ്യാഴത്തിൻ്റെ വരുമ്പോൾ എന്തെങ്കിലും വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാറുണ്ട്. അതുപോലെ തന്നെ യോഗങ്ങൾക്ക് ജാതകത്തിൽ ഒരുപാട് ഫലങ്ങളുണ്ട്. പ്രത്യക്ഷത്തിൽ നല്ല ജാതകങ്ങളാണെങ്കിലും അതിൽ നല്ല യോഗങ്ങൾ ഇല്ലെങ്കിൽ ആ ജാതകന് അനുഭവത്തിൽ വളരെ മോശമായിട്ടോ അല്ലെങ്കിൽ വളരെ ന്യൂട്രലായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും വരുന്നത്. യോഗങ്ങൾ ഒരു പ്രധാന ഘട്ടമാണ്. ചില ഗ്രഹങ്ങളുടെ രാശിയിലെ ഓരോ സ്ഥാനത്തുള്ള നിൽപ്പ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് യോഗങ്ങൾ. അപ്പോൾ ഈ യോഗങ്ങൾ പ്രധാനമായിട്ടും ആ ജാതകന് വളരെ അനുകൂലമായിട്ട് ഭവിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിപുണ യോഗം, കേസരി യോഗം എന്നീ യോഗങ്ങൾ എന്തായാലും വരുമ്പോൾ അതിൻ്റെ ആ ഒരു ശക്തിയും അതിൻ്റെ ആ ഒരു നിൽപ്പും അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും ജാതകന് സ്വതവേ ആ ഒരു സമയത്തോ അല്ലെങ്കിൽ ആ ദശകാലങ്ങളിലോ ഒക്കെ അന്തർദശ കാലങ്ങളിലൊക്കെ നല്ല ഫലങ്ങൾ ഉളവാക്കും. അപ്പൊ ഇവിടെ ഇന്ന് പ്രതിപാദിക്കുന്നത് മഹാഭാഗ്യയോഗം എന്ന് പറഞ്ഞ ഒരു യോഗത്തെ കുറിച്ചാണ്. ഈ മഹാഭാഗ്യ യോഗം എന്ന് പറഞ്ഞാൽ ലഗ്നം, ചന്ദ്രൻ, സൂര്യൻ ഈ 3 ഇതും ഓജരാശി, അതായത് 12 രാശികളെ ഓജരാശി, യുഗ്മരാശി എന്ന വിധത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ഓജരാശി എന്ന് പറഞ്ഞാൽ പുരുഷരാശി എന്നും യുഗ്മരാശി എന്ന് പറഞ്ഞാൽ സ്ത്രീരാശി എന്നും. അപ്പൊ ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജനന സമയത്ത് ഉദിച്ചു നിൽക്കുന്ന രാശി ഏതാണോ അതാണ് ലഗ്നം എന്ന് പറയുന്നത്. എല്ലാ ജാതകങ്ങളിലും ലാ എന്ന് എഴുതി കാണും, അല്ലെങ്കിൽ രാശിയുടെ മുകളിൽ 2 വര ഇട്ടിട്ടുള്ളതായിട്ട് കാണും. ഈ രീതിയിലാണ് ലഗ്നത്തെ പറയുന്നത്. അപ്പൊ ലഗ്നം, സൂര്യൻ, ചന്ദ്രൻ പുരുഷന്റെ ജാതകത്തിലാണെങ്കിൽ ജനനം പകല് നടക്കുകയും ഈ 3 ലഗ്നവും സൂര്യനും ചന്ദ്രനും പുരുഷരാശിയിൽ നിൽക്കുകയും ചെയ്താൽ മഹാഭാഗ്യയോഗമായിട്ട് കണക്കാക്കും. അതുപോലെ സ്ത്രീകളുടെ ജാതകത്തിലാണെങ്കിൽ രാത്രി ജനനം വരികയും ഈ പറഞ്ഞ ലഗ്നം, സൂര്യൻ, ചന്ദ്രൻ എന്നിവ യുഗ്മരാശിയിൽ സ്ത്രീരാശിയിൽ വന്ന് നിൽക്കുമ്പോൾ മഹാഭാഗ്യയോഗം ഉണ്ടാവും. ഈ ഭാഗ്യയോഗം കൊണ്ട് നമ്മൾക്ക് ജീവിത രീതി നല്ല രീതിയിലാവും. അതുപോലെ തന്നെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും കാരകത്വം വഹിക്കുന്നത് ആത്മകാരകനും ശരീരത്തിൻ്റെയും അതുപോലെ മനസ്സിൻ്റെയും കാരകനുമായ സൂര്യനും ചന്ദ്രൻ്റെയും കൂടി ഉള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു യോഗം അല്ലെങ്കിൽ ഒരു ബലം ആ ജാതകന് വരികയും അതിലൂടെ അവന് പല കാര്യങ്ങളും, അതായത് ആത്മബലമുണ്ടെങ്കിലും ശരീരസുഖമുണ്ടെങ്കിലും മനോബലമുണ്ടെങ്കിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ പ്രവർത്തന മേഖല ഏതാണോ അതിൽ നന്നായിട്ട് പ്രവർത്തിച്ച്
നല്ല രീതിയിൽ മുമ്പാക്കാൻ വരാൻ പറ്റും. അപ്പൊ ജീവിത രീതിയിൽ ഉയർച്ച ഉണ്ടാക്കുന്ന ഒരു യോഗമാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഈ യോഗമുള്ളവർക്ക് ഉറപ്പായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അതായത് ശത്രുക്ഷേത്രം മിത്രക്ഷേത്രത്തിലൊക്കെ നിൽക്കുന്ന ഇത്, അത് ലഗ്നം എവിടെ നിൽക്കുന്നു, ലഗ്നാധിപൻ എവിടെ നിൽക്കുന്നു എന്നതിനെയൊക്കെ ആസ്പദമാക്കിയാണെങ്കിൽ കൂടി ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെങ്കിലും മഹാഭാഗ്യയോഗം പ്രത്യക്ഷത്തിൽ ആ ജാതകൻ അനുഭവിക്കും എന്നുള്ളതിന്, അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ കൂടി അയാളുടെ ജീവിത വേളയിൽ അത് അനുഭവത്തിൽ വരും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അടുത്ത എപ്പിസോഡിൽ വേറൊരു യോഗവുമായി പരിചയപ്പെടുത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.